So we need to design a pair of equal diameter helical gear to transmit 35 kilowatt at 1000 rpm. Okay, power തന്നിട്ടുണ്ട് 35 kilowatt എന്ന് തന്നിട്ടുണ്ട്. RPM is 1000 RPM. And these two helical gears are placed in a shaft which is parallel, and that distance between the shaft എന്ന് പറയുന്നത് 0.5 meter apart ആണ്. Then the helix angle is 30 degree. Pressure angle is also given 20 degrees step ആണ് pressure angle, and the gear is made of steel. So ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. So first I have written all the given condition. Power തന്നിട്ടുണ്ട്, power is 35 kilowatt. Then RPM 1000 N തന്നിട്ടുണ്ട്. Equal diameter helical gear ആയതുകൊണ്ട് both same material, same diameter, so obviously same RPM ആണ്, എല്ലാം ഈക്വൽ ആണ്. സോ എൻ ജനറൽ ആയിട്ട് എടുക്കാം, N1 and N2 both are same. നോർമലി ഹെലിക്കൽ ഗിയറിൽ കാണാത്തൊരു അഡീഷണൽ ടൈപ്പ് ആണ് ഡിസ്റ്റൻസ് എപ്പാർട്ട് തന്നിട്ടുണ്ട്. ബോത്ത് ഷാഫ്റ്റ് ആർ പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഗിയർ ഇരിക്കുന്ന ഷാഫ്റ്റ് ആർ പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിസ്റ്റൻസ് ഈസ് 0.5 meter. ഓക്കെ, so അതെങ്ങനെ എടുക്കുന്ന I will tell. Then beta is given and alpha is alpha. Pressure angle 20 degree step is another thing they have given. So first thing we need to first parameter need to find, not to solve this, to find the value of I. Okay, നമുക്ക് ഓൾറെഡി വിത്ത് ബേസ്ഡ് ഓൺ ദിസ് ഓൾ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി ബോത്ത് N1 and N2 സെയിം, D2 D1 സെയിം. So obviously Z2 and Z1 same. It means I value is 1. Okay, it's the first thing from the given condition we can conclude. Center distance they have mentioned, say I am calling it as A, is 0.5 meter. This is the ഒരു side view of according to your question. രണ്ട് helical gears place at a shaft. ഇത് രണ്ട് ഷാഫ്റ്റ് ആണ്, പാരൽ ഷാഫ്റ്റ് ആണ്. So distance between the parallel shaft 0.5 meter apart means center to center distance between the helical gear ആണെന്ന് we must understand. Okay, so center to center ഈച്ച് ഗിയറും ഒരു ഇൻഡിവിജ്വൽ ഷാഫ്റ്റിലായിരിക്കുന്നത്. ടു ഷാഫ്റ്റ് ആർ പാരലൽ ആണ്. ആ പാരലൽ ഡിസ്റ്റൻസ് ആണ് 0.5 meter എന്ന് എപ്പാട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവെന്തോ അങ്ങനെ പറയുന്നെങ്കിൽ ദാറ്റ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹെലിക്കൽ ഗിയർ ആണ് 0.5 meter എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ ഫ്രം സപ്പോസ് കാളിംഗ് ദിസ് ഡിസ്റ്റൻസ് ടു ബി എ, I can write it as d1 plus d2 by 2, right? ഈ ഹാഫും കൂടെ ചേരുന്നതായിരിക്കത്തില്ലേ? യഥാർത്ഥത്തിൽ ഇത്ര ദൂരമൊന്നുമില്ല, നടുക്ക് ഡിസ്റ്റൻസ് ഇല്ല. ആക്ച്വലി കോണ്ടാക്റ്റ് ആണ്, ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ആണ്. ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഞാൻ ഇങ്ങനെ എലാങ്ങേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ടു ഷാഫ്റ്റ് ആർ പ്ലേസ്ഡ്. ഇറ്റ്സ് കോണ്ടാക്ട് ടു ഈച്ച് അതർ. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഇസ് ബേസിക്കലി ദിസ് ആണ്, ഈ ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ടു സെൻറ്റർ വരുന്നത്. സോ diameter of the first gear plus diameter of second. Okay, no, not this figure. In nadiku distance illa, actually I just drawn to show it to you. It's actually rendu contact ആയിരിക്കുന്ന. So d1 by 2, first gear ന്റെ diameter and half, second half. So obviously d1 plus d2 by 2 ആണ് നമുക്കറിയാം അല്ലേ. So a value അറിയാം, that's 500 mm, 0.5 meter. We only need the value mm, okay, which is you have to look out. d1 plus d2 will be 1000. നമുക്കറിയാം both diameter equal ആണ്. So equal ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ each diameter will be 500 mm. Okay, next part is to choose the material. ഈ ക്വസ്റ്റിലെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഒബ്വിയസ്ലി വി നീഡ് ടു ടേക്ക് എ മെറ്റീരിയൽ. ഞാൻ ടേക്ക് എനി മെറ്റീരിയൽ ഫോർ സോൾവിങ് ദ പ്രോബ്ലം. ഞാനിവിടെ C45 അൺട്രീറ്റഡ് സ്റ്റീലാണ് എടുക്കുന്നത്. സോ യു ക്യാൻ ഫൈൻഡ് in the different types of material data book. So based on this, അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസൈൻ സ്ട്രെസ് 233.4 MPa ആണ്. ആൻഡ് കറസ്പോണ്ടിങ് ബ്രിഡൻഹാൾ നമ്പർ, ഇത് രണ്ടും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഐ ക്യാൻ ഈക്വൽ ടു എഴുതാം. സിമിലർലി ബ്രിഡൻഹാൾ നമ്പർ ഫോർ ബോത്ത് ഹെൽത്ത് ഗിയേഴ്സ് സെയിം. സോ ബ്രിഡൻഹാൾ നമ്പറിൻ്റെ ഉദ്ദേശം ഇവിടെ എന്താണ്, ഐ വിൽ ടെൽ ദാറ്റ് ലേറ്റർ. So for the time being, we only need design stress. Next part in solving this problem is to identifying the weaker part. ഏതാണ് weaker part? So automatically for helical all this thing both same material ആണെങ്കിൽ obviously pinion ആയിരിക്കും weaker. So we will proceed with pinion. Okay, they haven't teeth in എണ്ണം തന്നിട്ടില്ല, they haven't mentioned the number of teeth. So for spar or helical, if they haven't mentioned the number of teeth, നമ്മൾ already by default pinion
20 teeth ആണ് assume ചെയ്യാണ് in general convention that we assuming since both the z1 and z2 same, so we can write z1 equal to z2 equal to 20 teeth. Next parameter in helical gear ആണ് virtual number of teeth എന്ന് പറയുന്നത്. അതായത് per gear like ഒരു equivalency വെച്ച് നമ്മൾ പറയുന്നതാണ് ഒരു concept ആണ് virtual number of teeth. So this is a formula for a virtual number of teeth. Z equal to z1 by cos cube beta. Z1 value ഇപ്പം assume ചെയ്ത് we know the value 20. Beta is helix angle, already mentioned 30 degree question തന്നിട്ടുണ്ട്. So I can find the value ZE1. Since Z1 equal to Z2 ആണെങ്കിൽ ZE1 ഉം I mean virtual number of teeth ഉം രണ്ടിനും സെയിം ആയിരിക്കും. So ZE1 is also equal to ZE2. Okay, that's the concept. Okay, so നമ്മൾ ഫസ്റ്റ് പാരാമീറ്റർ കണ്ടുപിടിക്കുന്ന മൊഡ്യൂൾ ആണ്. ഹെലിക്കൽ ഗിയറിന്റെ ഇക്വേഷൻ ഇതാണ് FT into CW by sigma D into CV into K into Y. സ്ക്വയർ റൂട്ട് ആണ്. ഓക്കെ, so each term കണ്ടുപിടിക്കണം. So first I'll be telling you about how to find CV. The CV യുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് πdn by 60 ആണ്. സിൻസ് യു ആർ പ്രൊസീഡിങ് വിത്ത് പിനിയൻ അസ്യൂമിങ് ടു വീക്കർ പാർട്ട് ആണെങ്കിൽ അതിന്റെ പാരാമീറ്ററിലേ എടുക്കത്തുള്ളൂ. സോ ഇവിടെ അത് റെലവെന്റ് അല്ല ബിക്കോസ് ബോത്ത് സെയിം ആണ്. ബട്ട് ഇൻ കേസ് വേറെ ചോദിച്ചാൽ ദിസ് ഇസ് വേ ടു സോൾവ് ദിസ്. സോ ഹിയർ പിനിയൻ ആണ് വീക്കർ ആയതുകൊണ്ട് വിൽ ബി ടേക്കിംഗ് D1 N1 അല്ലേ. പിനിയന്റെ ഡയമീറ്ററും RPO ആണ്. സോ നമുക്ക് CV ആണ് കണ്ടുപിടിക്കേണ്ടത്. CV ഡേറ്റ ബുക്ക് പല ഇക്വേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ദ വെലോസിറ്റി റേഞ്ച്. ഓക്കെ, ഹെലിക്കൽ ഗിയേഴ്സിന്റെ വെലോസിറ്റി പല വെലോസിറ്റിക്ക് പല CV ഇക്വേഷൻ. ഫോർ മോർ ദാൻ 20 5.55 by 5.55 പ്ലസ് റൂട്ട് V ആണ് ഇക്വേഷൻ. സോ ബിഫോർ ദാറ്റ് V കണ്ടുപിടിച്ചാലേ പറ്റും. അറ്റ് πdn by 60 ആണ്. ഡിയും എന്നും പുനിയന്റെ ആയിരിക്കും ബിക്കോസ് ദാറ്റ്സ് എ വീക്കർ പാർട്ട്. ആൻഡ് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും കിട്ടേണ്ട. ആ ഒരു കാര്യം we have to be careful. എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ have to be converted into meter. Okay, mmലാണ് നമുക്കറിയാം. You have to convert into meter. Next parameter we need to find is y ആണ്. y എന്ന് പറഞ്ഞത് നമുക്കറിയാം pi into y E1 ആണ്, ലൂയിസ് ഫോം ഫാക്ടർ. Here 20 degree stub tooth ആകുമ്പോൾ this is the corresponding equation. Here z അല്ല ZE1 ആണ് ഇടേണ്ടത്. അതാണ് one thing you have to be careful. Z1 അല്ല ZE1 ആണ്. നമുക്കറിയാം ZE1 Z2 സെയിം ആണ്. we know the value. അപ്പോൾ y-യുടെ വാല്യൂം കിട്ടും. Then next parameter നമുക്ക് വേണ്ടത് FT ആണ്. FT കണ്ടുപിടിക്കുന്നത് will be using this equation 1000 into P into CS by V. CS 1.5 എന്ന് assume ചെയ്യാം because moderate shock എന്ന് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. If you look at the data book, CS value for moderate shock is 1.5 ആണ്. You can use this equation. So that will be 1000 into P into CS by V ആണ്. We know the value of P. P should be in kilowatt. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ P കിലോവാട്ട് തന്നെ ആയിരിക്കണം. It does not have to be converted into watt. വാട്ടിലോട്ടൊന്നും ആക്കണ്ട. have to be in kilowatt. Then velocity meter per second തന്നെ ആയിരിക്കണം. അത് mmൽ ആക്കണ്ട. You'll get the value FT. Tangential load as 2006 Newton. കെയുടെ വാല്യൂ ഇൻ ദ കേസ് ഓഫ് ഹെലിക്കൽ ഗിയർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള K 10 എന്നൊക്കെയാണ്. ഇൻ ദ കേസ് ഓഫ് ഹെലിക്കൽ ഗിയർ യു ഹാവ് ടു അസ്യൂം ദ വാല്യൂ K, ദാറ്റ് ഇസ് B by M. M ആണ്, M എന്ന് കൊടുത്തിട്ടുള്ളൂ. ദാറ്റ് ഷുഡ് ബി 15 ആൻഡ് ഹിയർ വേർ ഫാക്ടർ ഉണ്ട്, ദാറ്റ് ഷുഡ് ബി 1.1. ഫോർ ദീസ് ടു വാല്യൂ we have to by heart. എല്ലായിടത്തും ഈ ഫോർമുല ഈ വാല്യൂ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ദെൻ മൊഡ്യൂൾ you can find by this equation. We all the parameter ആണ്. So next standard value will be 3 mm ആണ്. 2.79 കഴിഞ്ഞ് next standard value will be 3 mm. So once you get the module, you can find the value of standard phase width, right? K is equal to B by Mn. We know B by Mn is 15. Now we have the value B Mn, so we can find the value of B phase width. So once I got the module, we will again go back and find the original number of teeth and the original number of virtual number of teeth. So actual number of teeth, you can find this equation data book D into cos beta by M. Here D has to be 1 because നമുക്കറിയാം പിനിയൻ്റെയാണ് എടുക്കുന്നത്. We have all the parameters. We know the helix angle. We know the standard module. So the actual number of teeth based on actual value 145 teeth, like round here you will get the value. Then obviously actual number of teeth, next thing we have to find is actual virtual number of teeth ആണ്. That can be found by this equation. Here Z is equal to Z1 ആയിരിക്കും.
റിമൈനിങ് ബീറ്റ സെയിം തന്നെയാണ്. സോ നൗ വി ഗോട്ട് ദ ആക്ച്വൽ നമ്പർ ഓഫ് ടീത്തും ആക്ച്വൽ വെച്ച നമ്പർ ഓഫ് ടീത്തും കിട്ടി ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ മോഡി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ കേസ് ഓഫ് ഇതിൻ്റെ സോൾവിങ് ആണ് നമ്മൾ ഫേസ് വിഡ്ത്ത് ചെക്ക് ചെയ്യാനാണ്. സോ നീഡ് ടു ഫൈൻഡ് നമുക്ക് ഓൾറെഡി ബിയുടെ വാല്യൂ കിട്ടി. ദ മിനിമം ഫേസ് വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുണ്ട്. ഈ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യണം. വി നോ ദ ഓൾ ദ വാല്യൂ. മിനിമം ഫേസ് വിഡ്ത്ത് വിൽ ഗെറ്റ് 21.67. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മിനിമത്തിൽ മുകളിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ദ മിനിമം വാല്യൂ ഇസ് കൺസിഡർഡ് ടു ബി സേഫ്. അപ്പോൾ ഹിയർ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് സോ ഇറ്റ് സേഫ്. നെക്സ്റ്റ് ഇസ് ദ ഡിസൈൻ സ്ട്രെസ് ചെക്ക് ചെയ്യണം. ദിസ് ഇസ് ഇക്വേഷൻ എഫ് ടിയുടെ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ വി നോ ദ വാല്യൂ ഓഫ് എഫ് ടി, എല്ലാ പാരാമീറ്റർ അറിയാം. സോ വിൽ ഗോ ഗെയിം ബാക്ക് ആൻഡ് തിരിച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് സിഗ്മ ഡി കണ്ടുപിടിക്കും. ഇവിടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ വൈയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പൈ ഇൻറ്റു സ്മോൾ വൈ ആണെന്ന് നമുക്കറിയാം. ആ സ്മോൾ വൈയിൽ ഒരു Z1 ഉണ്ട്. നേരത്തെ കണ്ടുപിടിച്ചത് നമ്മൾ അസ്യൂംഡ് Z1 വെച്ചാൽ, ബട്ട് നൗ വി ഗോട്ട് ദ ആക്ച്വൽ Z1 അല്ലേ. അപ്പം ഈ ആക്ച്വൽ Z1 വെച്ച് പിന്നെയും വൈ കണ്ടുപിടിക്കണം. ദാറ്റ് വൈ ഹാസ് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ ടു സോൾവ് സിഗ്മ ഡി അല്ലേ. ബിക്കോസ് ഇഫ് യു അഗെയിൻ യൂസ് ദാറ്റ് സെയിം വാല്യൂ earlier, there is no difference. Sigma D, so 61.31 megapascal is the answer by solving. So already നമ്മളെടുത്ത മെറ്റീരിയലിൻ്റെ മാക്സിമം സ്ട്രെസ് 233.4 ആണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ എടുത്തായിരുന്നു. സോ ദിസ് കാൽക്കുലേറ്റഡ് വാല്യൂ എന്തായാലും ഇതിൻ്റെ താഴെയാണ്. സോ ഇറ്റ് ഈസ് സേഫ്. ഇവിടെ ഈ സിഗ്മ ഡി വൺ ചെക്ക് ചെയ്യുമ്പോൾ ദ വൺ തിങ് യു ഹാവ് ടു ബി കെയർഫുൾ ഈസ് വൈയുടെ വാല്യൂ യു ഹാവ് ടു അഗെയിൻ പുതിയ വൈ കണ്ടുപിടിക്കുന്നത് ബൈ യൂസിങ് ദ ന്യൂ Z1. Okay, that's the only thing when checking sigma D1 you have to be careful. Next factor സ്പെറൽ പോലെയാണ് ഡൈനാമിക് ടൂത്ത് ലോഡ്. ഇതിനാണ് ഹെലിക്കൽ ഗിയറിൻ്റെ ദിസ് ഇക്വേഷൻ ഇതാണ്. ഈച്ച് ടേം നമുക്കറിയണം. എഫ് ടി നമുക്കറിയാം. only thing we need to find is C. then ബാക്കിയെല്ലാം know the value K3 already the equation is below K3 വാല്യൂ ഉണ്ട്. only thing we need to find the value C. C എങ്ങനെ കണ്ടുപിടിക്കും? സി കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് വി എന്തോന്നാണ്. വി നമുക്ക് കിട്ടിയത് 26. നമുക്ക് കിട്ടിയ വി എന്ന് പറഞ്ഞാൽ 26.1 സംതിങ് അല്ലേ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ സി കണ്ടുപിടിക്കുന്നത് വിൽ ബി ഗോയിങ് ഒരു ടേബിൾ വെച്ച് കണ്ടുപിടിക്കുന്നത്. ഐ വിൽ ഷോ യു ദ ടേബിൾ. ഓക്കെ, ദിസ് ഇസ് എ ടേബിൾ യു ക്യാൻ ഫൈൻഡ് ഫ്രം ദ ഡേറ്റ ബുക്ക്. ഹിയർ യു ക്യാൻ സി കുറേ വെലോസിറ്റി വാല്യൂ ഉണ്ട്. ആൻഡ് അപ് ടു 26 ആൻഡ് ഓവർ 0.0127 എറർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു എറർ ഒരു കൺസെപ്റ്റ് വെച്ചാണ് വിൽ ബി സോൾവിങ് ദിസ് പാർട്ട്. 26.17 ആണ് ആക്ച്വൽ എന്താണ് നമ്മൾ വെലോസിറ്റി. ബട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളത് അല്ലെങ്കിൽ ഏറ്റവും വരെ എത്ര 26 മുകളിൽ എത്ര വന്നാലും യു ക്യാൻ ഓൺലി ടേക്ക് 26 അല്ലേ. അപ്പം നിയറസ്റ്റ് വാല്യൂ ഇപ്പോൾ സപ്പോസ് ഐ ഗോട്ട് 24 ആയിരുന്നെങ്കിൽ ഐ കുഡ് ടേക്ക് 25. ദാറ്റ്സ് നിയറസ്റ്റ് വാല്യൂ. ഇപ്പോൾ 26.17 നിയറസ്റ്റ് 26 ആണ്. ഇറ്റ്സ് ഓൺലി ദ മാക്സിമം വാല്യൂ ഇത് തന്നെയാണ്. ഓക്കെ, സോ 26 ആണ് വെലോസിറ്റി എന്നറിയാം. അതിന് കറസ്പോണ്ടിങ് എറർ 0.127. ഇതൊരു മെത്തേഡാണ്. യു ഹാവ് ടു സ്പെറലും ഹെലിക്കലും സിയുടെ വാല്യൂ എറർ വെച്ച് കണ്ടുപിടിക്കുക ഇങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു വെലോസിറ്റി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റനിൽ. അത് സെയിം മീൻ ദ നിയറസ്റ്റ് വെലോസിറ്റി ടേബിൾ ഏതാണെന്ന് നോക്കുക. സോ ഒരു വെലോസിറ്റി ഉണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് ദർ ഇസ് എൻ എറർ ഹിയർ 26 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കറസ്പോണ്ടിങ് എറർ 0.0127. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇതാണ് നെക്സ്റ്റ് ടേബിൾ. ഐ തിങ്ക് തൊട്ടടുത്ത ലെഫ്റ്റ് സൈഡിലുള്ള പേജിലുണ്ട്. ഹിയർ യു ഹാവ് ടു ചൂസ് ദ മെറ്റീരിയൽ. ഹിയർ ഐ തിങ്ക് വി ഹാവ് അസ്യൂംഡ് കാസ്റ്റ് അയൺ. നമ്മൾ അസ്യൂം ചെയ്യുന്നത് സ്റ്റീലാണ്. ബോത്ത് സ്റ്റീലും 20 ഡിഗ്രി സ്റ്റബ് ഇടും. അപ്പോൾ അതിൽ ഏതാണ് നോക്കണം. ഇപ്പോൾ നോക്കുമ്പോഴേക്കും സ്റ്റീൽ ഹിയർ യു ക്യാൻ സീ സ്റ്റീൽ മെറ്റീരിയൽ വരുന്നു. ഏത് മീൻ ഏത് സ്റ്റീലാണ് C45 ഓർ 0.2 ഡസൻറ്റ് മാറ്റർ. സ്റ്റീൽ ഇതുമാണ്. 20 ഡിഗ്രി സ്റ്റബും ഇതാണല്ലേ. സോ ഈ റോ മാത്രം യു ഹാവ് ടു കൺസിഡർ. ഹിയർ യു ഹാവ് ടു ടേക്ക് ദ കറസ്പോണ്ടിങ് എയർ. അപ്പോൾ വി 26 മീറ്റർ പെർ സെക്കൻഡിൽ യു ഗെറ്റ് ദ എറർ 0.0127 അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ എയറിന് തൊട്ട് താഴത്തെ എറർ ഇവിടെ ഏതാണെന്ന് നോക്കണം. സോ 0.0127 നെക്സ്റ്റ് ബിലോ എറർ വാല്യൂ 0.01 അല്ലേ. 0.0127 സ്മോൾ താഴെ വരുന്ന 0.01 ആണ്. സോ സ്റ്റീൽ 20 ഡിഗ്രി സ്റ്റബ് തൊട്ട് ഇപ്പോൾ കിട്ടിയ വെലോസിറ്റി 26 മീറ്റർ പെർ സെക്കൻഡിൻ്റെ എററിന് തൊട്ട് താഴെയുള്ള ഹിയർ എറർ വാല്യൂ 0.01. സോ ഓൾ ദാറ്റ് വാല്യൂ ലീഡ് ടു 118.7. സോ ഫസ്റ്റ് വി 26 മീറ്റേഴ്സ് പെർ സെക്കൻഡ് കിട്ടിയതിന് കറസ്പോണ്ടിങ് എറർ ആ ടേബിളിൽ മനസ്സിലാക്കി. ദെൻ വി ഗോട്ട് ദ അതർ ടേബിൾ.
അവിടെ ഇതിന് തൊട്ട് താഴെയുള്ള വാല്യൂ കറസ്പോണ്ടിങ് മെറ്റീരിയൽ അതിന് ചൂസ് ചെയ്തിട്ട് ഒരു സിയുടെ വാല്യൂ കിട്ടി. 0.01 എററിൻ്റെ സി വാല്യൂ 118.7 ആണെങ്കിൽ 0.0127 എത്രയാണ്? Suppose we have know the value, money value of 5 chocolate, then how to find the money value of 8 chocolate? The same principle ആണ്. We know the value 0.01 and corresponding C value, then how to find the value 0.0127? So 118.7 by 0.01 into 01 അല്ലേ? So now we got the എന്താണ് 26 meter per secondലുള്ള corresponding C value. Still നമുക്ക് it's not accurate because our correct exact value is 26.17 meter per second. So here we again use the same principle. 26 meter per second value C value അറിയാം. How to find 26.17? 150.75 by 26 into 26.17 അല്ലേ? So it's a simple method step to find the value of C. So the actual C, last C കിട്ടുന്നത് this much value ആയിരിക്കും. So you can find the value of FD. എല്ലാ value അറിയാം. K3 value is already just below the question. You can find the value of dynamic tooth load. Next parameter we need to find is endurance strength, Fs. Right. This equation will be using sigma En into B into Y into Mn. ഇവിടെ endurance strength will be again ഒരു ടേബിളിലുണ്ട്. കെയുടെ വാല്യൂ ഇപ്പോൾ ഇക്വേഷൻ വേണ്ട ഒരു താഴെ മതി. I will show you that. Okay, this will be the table will be looking. ഇവിടെ നമ്മൾ എടുത്തത് സ്റ്റീലാണ് ഇത് രണ്ടും. അതിൽ 200 അല്ലേ, 200 ബെർൺഹാൾഡൻ നമ്പർ ആദ്യമേ അസ്യൂം ചെയ്തു. രണ്ടും സെയിം എടുക്കാൻ പറ്റത്തുള്ളൂ ബിക്കോസ് അങ്ങനെയാണ് ക്വസ്റ്റിനിൽ പറഞ്ഞത്. സോ ദിസ് വിൽ ബി ഇത് നമ്മൾ കൺസിഡർ ചെയ്ത് ഇനിഷ്യലി അസ്യൂം യു ക്യാൻ ടേക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ബട്ട് ബോത്ത് ബെർൺഹാൾഡൻ നമ്പർ സെയിം ആയിട്ടുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ബോത്ത് ഷുഡ് ബി സ്റ്റീൽ. നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്താണ്, ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ബോത്ത് ആർ സെയിം. സോ നമ്മൾ ഇനിഷ്യലി എടുത്ത് ബെർൺഹാൾഡൻ നമ്പർ വെച്ച് 200 വെച്ച് നോക്കുമ്പോൾ ഇതാ വരുന്നത്. ഒരു കറസ്പോണ്ടിങ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ദിസ് വാല്യൂ ആൻഡ് കറസ്പോണ്ടിങ് കെ വാല്യൂ അതും വേണം. എന്തിനാന്നേ പറയാം. 20 ഡിഗ്രിയുടെ വാല്യൂ വേണ്ടത്. സോ വി നോ അപ്പോൾ എൻഡ്യൂറൻസ് വാല്യൂം കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. So endurance strength we don't need the value of K, but K will be needed later. So Fs കണ്ടുപിടിക്കാൻ we now have the endurance strength. B യുടെ വാല്യൂ അറിയാം, Y യുടെ വാല്യൂ അറിയാം, Mn അറിയാം. So we can get endurance strength. If the endurance strength is greater than the dynamic tooth load, പിന്നെ അത് സേഫ് ആണെന്ന് പറയാൻ പറ്റും. So we have to write all this thing. The last thing we need to find is the wear load. So wear load equation വെച്ച് കണ്ടുപിടിക്കുന്നത്. So in general D into B into Q into K by cos square beta, and D has to be D1. നമുക്കറിയാം, പിന്നെ എടുക്കാൻ പറ്റും. Then face width value we know it. Q is another factor. കണ്ടുപിടിക്കുന്ന equation വെച്ചാണ് 2 into D2 by D1 plus D2. Okay. So remaining ഈ കെയുടെ വാല്യൂ ആണ് ജസ്റ്റ് നമ്മളിപ്പോൾ എടുത്തത് ടേബിളിൽ നിന്ന്. Okay, not the K we assume, ഈ K തന്നെ ഇടണം. So we get the wear load as 16,170 Newton. Alright, so this is the way to solve this problem.